ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകതയും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങളും കുട്ടികളെ പഠിപ്പിക്കും. പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമൂൺ ഖ്വാസ്മിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭീകരതയ്ക്കെതിരെ ഭാരതം ആരംഭിച്ച ഐതിഹാസികമായ പോരാട്ടം മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനൊരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ്. ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ബോർഡ് അറിയിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകതയും ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങളും കുട്ടികളെ പഠിപ്പിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമൂൺ ഖാസ്മിയാണ് ഇക്കാര്യം അറിയിച്ചത്. कि हम माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के साथ खड़े हैं। 140 करोड़ का देश उनके पीछे खड़ा है, तो हमने इसी से प्रेरणा लेकर के हमारे मन में ये बात आई कि क्यों ना हम एक नई पहल करें और मदरसों में पढ़ने वाले बच्चे उन्हें हमने उत्तराखंड राज्य के अंदर आधुनिक एजुकेशन से जोड़ा है। सिंदूर के सफल ऑपरेशन की गाथा को बच्चों को अवगत कराएं, ताकि वो कल इस गाथा को जब शूरवीरों की गाथा को वो सुनेंगे तो पाकिस्तान का वो चरित्र जो गैर इंसानी है, गैर अखलाकी है, अधार्मिक है. സൈനികരുടെ വീര്യവും ദേശീയ സുരക്ഷയുടെ പ്രാധാന്യവും കുട്ടികളിൽ എത്തിക്കാനാണ് തീരുമാനമെന്നും ഉടൻ തന്നെ വിഷയം പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ വിദഗ്ധരും മതപണ്ഡിതന്മാരും ഉൾപ്പെടുന്ന സംഘമാണ് പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ സർക്കാർ അംഗീകാരമുള്ള മദ്രസകൾ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർണായക തീരുമാനവും ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് കൈക്കൊണ്ടിരുന്നു. ജനം, ഡൽഹി.